കർത്താവിൻ്റെ ധന്യമുള്ള നാമത്തിന് മഹത്വമുണ്ടാകുവാൻ ഇടയാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി കർത്താവിനെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അതിശക്തവും ആഴമായി ഇടപെടുന്ന വചനത്തിൻ്റെ ദൂത് ഹൃദയത്തിന് വിടുതലായി, ജീവിതത്തിന് ആശ്വാസമായി തീരത്തക്ക നിലയിൽ സ്വർഗം അതിശക്തമായി തൊടുന്ന ദൈവിക സ്നേഹം, ദൈവിക കരുതൽ അനുഭവിക്കുന്ന പരിശുദ്ധാത്മാവ് അതിശക്തമായി സ്പർശിക്കുന്ന ഒരു ദിവസമായി തീരുവാൻ ഇടയാകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. വിലാപങ്ങളുടെ പുസ്തകം 5 അധ്യായം 21 യഹോവേ, ഞങ്ങൾ മടങ്ങി വരേണ്ടതിന് ഞങ്ങളെ നിങ്കലേക്ക് മടക്കി വരുത്തണമേ. ഞങ്ങൾക്ക് പണ്ടത്തെ പോലെ ഒരു നല്ല കാലം വരുത്തണമേ. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രാർത്ഥന ഇവിടെ കാണാൻ സാധിക്കുന്നു. ജനം ആഗ്രഹിക്കുക ഒരു നല്ല കാലം, ഞങ്ങൾക്ക് പണ്ടത്തെ പോലെ ഒരു നല്ല കാലം വരുത്തണമേ. ദൈവത്തിന് അത് ചെയ്തു കൊടുക്കുവാൻ കഴിയുമെന്ന് ജനം വിശ്വസിക്കുക. ഞങ്ങളുടെ കഷ്ടതയെ മാറ്റി, ഞങ്ങളുടെ വിലാപത്തെ മാറ്റി ഞങ്ങൾക്ക് നല്ലൊരു കാലം വരുത്തുവാൻ ഞങ്ങൾ പ്രാർത്ഥിച്ചാൽ, ഞങ്ങൾ മടങ്ങി വന്നാൽ അത് നടക്കുമെന്ന് അവർ പൂർണ്ണമായി വിശ്വസിക്കുകയാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അതിശക്തമായി ആഴമായി ദൂത് ഇടപെടുന്നത് ഒരു നല്ല കാലം, ഒരു നല്ല കാലം ജീവിതത്തിൻ്റെ മേഖലകളിൽ സമ്പൂർണ്ണമായി വെളിപ്പെടുവാൻ ദൈവം എന്ത് ചെയ്തു തരണോ, കർത്താവ് ഏത് വിഷയത്തെ തൊടണോ, ഏത് പ്രശ്നത്തിന് പരിഹാരം വരുത്തണോ, ഏത് വാതിൽ തുറക്കണോ, ഏത് വിഷയത്തെ കർത്താവിൻ്റെ ശക്തി വെളിപ്പെടുത്തണോ, ആ നിലയിൽ ദൈവത്തിൻ്റെ ദൂതിത, പരിശുദ്ധാത്മാവിൻ്റെ ശബ്ദമിത, നല്ല കാലത്തിന് വേണ്ടത് കർത്താവിത നിശ്ചയമായി വെളിപ്പെടുത്താൻ പോവുക. ഈ കഷ്ടതയുടെ നടുവിൽ നിന്ന് ദൈവത്തിൻ്റെ പൈതലേ, ഒരു നല്ല കാലം അതാ എന്നോടുള്ള എൻ്റെ ദൈവത്തിൻ്റെ വാഗ്ദത്തം. തിരുവെഴുത്തുകളിൽ ആരൊക്കെ കഷ്ടതയിൽ കൂടെ കടന്നുപോയിട്ടുണ്ടോ, വൈഷമ്യമേറിയ തലത്തിൽ കൂടെ കടന്നുപോയിട്ടുണ്ടോ, അവർക്കെല്ലാം ദൈവം ഒരു നല്ല കാലം കൊടുത്തു. ജീവിതം നോക്കിയ പ്രയാസമായിരുന്നു, ഇനി അങ്ങനെ ഒരു സംഭവം ഉണ്ടാകുമോ, അങ്ങനെ ഒരു സന്തോഷകാലം ഉണ്ടാകുമോ, ഇങ്ങനെയൊക്കെ ചിന്തിച്ചു പോകും. രൂത്തിൻ്റെ ജീവിതത്തിൽ കഷ്ടത കടന്നു വന്നപ്പോൾ ഭാവി എന്തായി, ജീവിതം എന്തായി, തകർന്നില്ലേ, എല്ലാം തീർന്നില്ലേ, ആ ഒരു സ്ഥിതിയല്ലേ എന്ന്. ദൈവം വിശ്വസ്തനാ, ദൈവം വലിയവനാ, ദൈവം സർവശക്തനാ. രൂത്തിന് ഒരു നല്ല കാലം കർത്താവ് കൊടുത്തില്ലേ? യോബിൻ്റെ ജീവിതത്തിലും കർത്താവ് ഒരു നല്ല കാലം കൊടുത്തില്ലേ? യോസഫിൻ്റെ ജീവിതത്തിൽ ഏറ്റവും വൈഷമ്യമേറിയ യാത്രകളും പ്രതിബന്ധങ്ങൾ അനുഭവിക്കുമ്പോഴും ഒരു നല്ല കാലം ദൈവം കൊടുത്തില്ലേ? അബ്രഹാമിന്, യാക്കോബിന്, ഇസഹാക്കിന്, ഭക്തന്മാരുടെ ജീവിതങ്ങളിലെല്ലാം നാം ശ്രദ്ധിക്കുമ്പോൾ കർത്താവ് അവരുടെ ജീവിതത്തിൽ അനുവദിച്ച കഷ്ടതയുടെ കാലഘട്ടം ഉണ്ടായിരുന്നു. എന്നാൽ അതുകൊണ്ട് ദൈവം ജീവിതത്തെ തീർക്കുകയല്ല ചെയ്തത്, ഒരു നല്ല കാലം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അതിശക്തമായി ആഴമായി ദൂത് വെളിപ്പെടുത്തുക, തലമുറയുടെ ഭാവി വെളിപ്പെടുന്നത് കണ്ട് ദൈവത്തിൻ്റെ പൈതലേ സന്തോഷിക്കും. അങ്ങനെ ഒരു നല്ല കാലം, തലമുറ അനുഗ്രഹിക്കപ്പെടുന്നത് കണ്ട് ആനന്ദിക്കും. അങ്ങനൊരു നല്ല കാലം ഈ കടഭാരമെല്ലാം തുടച്ചു മാറ്റി ഒരു രൂപ പോലും കടമില്ലാത്ത ജീവിതസ്ഥിതിയിലേക്ക് കർത്താവ് കൊണ്ടുവന്ന് ഒരു നല്ല കാലം ദൈവം ഇതാ വെളിപ്പെടുത്താൻ പോവാ. ഈ ഞെരുക്കത്തിൽ നിന്ന് പൂർണ്ണമായ ഒരു മാറ്റമുണ്ട്, പൂർണ്ണമായ ഒരു വിടുതലുണ്ട്. എൻ്റെ ദൈവം എന്നോട് കൽപ്പിച്ച ഒരു നല്ല കാലം, എന്നോട് ചെയ്തു തരാമെന്ന് പറഞ്ഞ ഒരു നല്ല കാലം, എൻ്റെ കർത്താവ് എന്നോട് വാഗ്ദത്തം ചെയ്ത ഒരു നല്ല കാലം. എൻ്റെ വേദന മാറുമോ, എൻ്റെ സങ്കടം മാറുമോ, എൻ്റെ കണ്ണുനീര് മാറുമോ എന്ന് ചോദ്യത്തോടെ പാതപീഠത്തിലായിരിക്കുന്ന ദൈവത്തിൻ്റെ പൈതലേ, ദൈവത്തിൻ്റെ ദൂതിത
പരിശുദ്ധാത്മാവിൻ്റെ ശബ്ദം ഇതാ, ഒരു നല്ല കാലം അത് കർത്താവ് വെളിപ്പെടുത്താൻ പോവാ. അതിൻ്റെ സമയമായി ദൈവത്തിൻ്റെ വിശ്വസ്തതയുടെ കരം കൂടാരത്തിൽ ചലിപ്പിച്ചുകൊണ്ട് അവസ്ഥകളെ തിരിച്ചുകൊണ്ട് വലിയ മാറ്റങ്ങൾ ഇതാ ജീവിത സ്ഥിതിയിൽ കർത്താവ് വരുത്താൻ പോകുന്നു. ഒരു നല്ല കാലം, സ്വസ്ഥതയുടെ, സമാധാനത്തിൻ്റെ, സന്തോഷത്തിൻ്റെ ഒരു നല്ല കാലം അതെൻ്റെ കുടുംബത്തിലുണ്ടാകാൻ പോവുക, അതെൻ്റെ തലമുറയിൽ ഉണ്ടാകാൻ പോവുക, അതെൻ്റെ ജീവിതത്തിൽ സംഭവിക്കാൻ പോവുക. ഇന്നങ്ങനെ വിശ്വസിച്ചു, ദൂത് അതുപോലെ ഏറ്റെടുത്തു. പരിശുദ്ധാത്മാവിൻ്റെ ശബ്ദത്തിൽ ആഴമായി വിശ്വാസം അർപ്പിക്കട്ടെ. അതങ്ങനെ തന്നെ സംഭവിക്കും. ഒരു നല്ല കാലം കർത്താവ് സഹായിക്കാൻ പോകുന്നു. ദൈവം അങ്ങനെ ഒരുക്കാൻ പോകും. ദൈവം അങ്ങനെ ക്രമീകരിക്കാൻ പോകുന്നു. പ്രാർത്ഥിക്കട്ടെ. സ്നേഹവാനെ ദൈവമേ, സ്വർഗ്ഗപിതാവേ, അങ്ങയുടെ ശബ്ദത്തിനായി സ്തോത്രം ചെയ്യുക. ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഇപ്പോഴായിരിക്കുന്ന അവസ്ഥയിൽ ദൈവം ഇടപെട്ട ദൂത് പോലെ ഒരു നല്ല കാലം കർത്താവെ, അത് വേഗത്തിൽ തൊടേണ്ട വിഷയത്തെ തൊട്ട് വിടുതൽ കൽപ്പിക്കേണ്ട വിഷയത്തെ കൽപ്പിച്ചുകൊണ്ട് അത്ഭുതം ചെയ്യുവാൻ പ്രാർത്ഥിക്കുക. വചനം കേൾക്കുന്ന ദൈവമക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ തന്നെ വിടുതലുകൾ ഇറങ്ങട്ടെ, ദൈവപ്രവൃത്തി സംഭവിക്കട്ടെ. പരിശുദ്ധാത്മാവ് ഓരോ ജീവിതങ്ങളെ തൊടുവാൻ പ്രാർത്ഥിക്കുക. ദൈവ സാന്നിധ്യം ഇറങ്ങുവാൻ പ്രാർത്ഥിക്കുക. അസാധാരണമായി സൗഖ്യങ്ങൾ നടക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ വിടുതലായി തീരട്ടെ. കർത്താവ് അങ്ങനെ ചെയ്യുന്നതിനായി സ്തോത്രം. പ്രാർത്ഥന കേട്ടതിന് നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.